ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം. അതായത് ഇന്ന് വൈകുന്നേരം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അസ്തമയ സൂര്യൻ്റെ പ്രഭാവലയത്തിൽ മിന്നിത്തിളങ്ങുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന്. അതുപോലെ തന്നെ നമുക്ക് രാത്രിയുടെ പ്രകാശധാരയിൽ മിന്നിത്തിളങ്ങുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. ഇനി മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ആദ്യ കണ്ടെയ്നർ ഷിപ്പ് നങ്കൂരമിടുന്നുണ്ട്. ഷിപ്പ് ഏതായാലും ഇന്ന് രാത്രിയോടെ പുറംകടൽ എത്തും. കാരണം നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നാളെ രാവിലെയാണ് നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുക. സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പാണ് നമ്മളെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഇരുട്ടുള്ള ഈ കുറച്ച് പ്ലേസിലാണ് യാർഡ് പോർഷൻ്റെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ പോർഷനും നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ തന്നെ വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കണ്ടു കാണും. ഇപ്പോൾ ഇത്രയും ഉയർത്തി, അതായത് ഡ്രോൺ വ്യൂവിൽ ഇത്രയും ഉയർത്തി തന്നെ നമുക്ക് 2 ട്രെയിലർ ലോറികൾ പോകുന്നത്, നമുക്ക് 2 ലോറികൾ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോകുന്നുണ്ട്. വളരെ സാവധാനത്തിലാണ് ലോറികൾ നീങ്ങുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് ഹാർബർ കാണാൻ സാധിക്കും. അവിടെയും ധാരാളം ലൈറ്റ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്ന 8 STS ക്രെയിൻ വളരെ മനോഹരമാണ് രാത്രിയിൽ കാണാൻ. ഉണ്ടോ? ഈ STS ക്രെയിനിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. കാരണം പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിനകത്ത്, PO ബിൽഡിങ്ങിനകത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റൂമുണ്ട്. ആ ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് നിന്നിട്ടാണ് ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർ കറക്റ്റായിട്ട് എൻ്റെ മറുപടിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ബൂം ഏതുകൊണ്ട് കടലിലേക്ക് തള്ളി നിൽക്കുന്ന 72 മീറ്ററോളം തള്ളി നിൽക്കുന്നതാണ്. അതായത് ലോകത്തിൽ എത്ര വലിയ ഷിപ്പ് വന്നാലും നമുക്ക് ഈ STS ക്രെയിൻ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുന്നിലുള്ള ക്രെയിൻസുകളാണ് കാണുന്നത്. അതായത് CRMG E0, അതായത് 5 സീരീസിലുള്ള ക്രെയിനുകൾ ABCDE ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഇങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകൾ മുന്നിലായി നിരനിരയായി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ നൈറ്റ് വിഷനിലൂടെ കാണുന്നത്. നൈറ്റ് വിഷനിലെ വീഡിയോ അധികം ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡേ ലൈറ്റുള്ള വീഡിയോ ഞാൻ തന്നെ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, പല ന്യൂസ് ചാനലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നൈറ്റ് കിട്ടാൻ വളരെ റയർ വീഡിയോസാണിത്. അങ്ങനെ കിട്ടിയപ്പോൾ ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വളരെ അടുത്ത് നിന്നും വീഡിയോ ഷൂട്ട് ചെയ്ത വിഷ്വലാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും കാണാൻ വളരെ മനോഹരമാണ്. ധാരാളം ട്രെയിലർ ലോറികൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് നാളത്തേക്ക്. അതായത് നാളെ ഷിപ്പ് നങ്കൂരിടുന്നേ ഉള്ളൂ. എനിക്കോട് മറ്റന്നാൾ ഇനാഗുറേഷൻ അനുബന്ധിച്ചായിരിക്കും. നമ്മളെ കണ്ടെയ്നറല്ല, 12-ാം തീയതി ആയിരിക്കും കണ്ടെയ്നറല്ല നമ്മുടെ പോർട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ബെർത്ത് അല്ലെങ്കിൽ യാർഡ് പോർഷനിലേക്ക് അൺലോഡ് ചെയ്യുക. നമ്മൾ STS ക്രെയിനിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ഏറ്റവും ടോപ്പ് പോർഷനിൽ നിന്നും വളരെ സാവധാനത്തിലാണ് ഡ്രോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറയുന്നത്, 72 മീറ്ററോളം കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം. എനിക്ക് തോന്നുന്നു ഷിപ്പിൻ്റെ വിഡ്ത്ത് വന്ന് ഏതാണ്ട് 60-65 മീറ്റർ ആയിരിക്കും. ഏറ്റവും വലിയ ഷിപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിന് കാണുക. ദയവായി അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ കൂടുതലുണ്ടെന്ന് എനിക്കറിയില്ല. അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വന്നാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് ഈ STS ക്രെയിൻ വെച്ച് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ പോർട്ടിലെ വെട്ടം കടലിലേക്ക് പതിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. വളരെ നല്ലൊരു ദൃശ്യം തന്നെയാണിത് കണ്ട്. നാളെയാണ് നമ്മുടെ പോർട്ടിൽ ആദ്യമായിട്ട് കണ്ടെയ്നർ ഷിപ്പ് എത്തുന്നത്. അതിലെല്ലാവരും വളരെ സന്തോഷം തന്നെയാണ്. ജനങ്ങളായാലും നമ്മുടെ പ്രേക്ഷകരായാലും നമ്മളെ ഫാമിലി മെമ്പേഴ്സായാലും നമ്മളെ ഫ്രണ്ട്സായാലും എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. കാരണം എന്നെ പോലുള്ള ആൾക്ക് ഷിപ്പ് ട്രാക്ക് ചെയ്ത് ആ ഷിപ്പ് മുന്നിൽ വരുമ്പോഴുള്ള സന്തോഷം അതും വേറെയാണ്. താങ്ക് യു ഫ്രണ്ട്സ്.